തൃശൂർ പൂരം കലക്കൽ റവന്യൂ മന്ത്രി കെ രാജന്റെ ആരോപണം തള്ളി എഡിജിപി എം.ആർ. അജിത് കുമാർ. മന്ത്രി വിളിച്ചത് അറിഞ്ഞില്ലെന്ന് എഡിജിപിയുടെ മൊഴി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണവുമായി ആശുപത്രിയിലെത്തുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. മുന്നറിയിപ്പില്ലാതെയുള്ള പണിമുടക്കിൽ വലഞ്ഞ് യാത്രക്കാർ. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ലംഘനം. പെർമിറ്റ് ലംഘിച്ച് സർവീസ് നിർത്തിവെച്ച 3 ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. ഗുരുവായൂർ ഫാം ഫെഡ് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 50ആയി. 1000-ഓളം നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടതായി വിലയിരുത്തൽ. നമസ്കാരം. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം അലങ്കോലമായതിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ ആരോപണം തള്ളി എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ മൊഴി. പൂരം മുടങ്ങിയ സമയത്ത് മന്ത്രി വിളിച്ചതായി അറിയില്ല. രാത്രി വൈകിയതിനാൽ ഉറങ്ങിയിരുന്നുവെന്നും ഡിജിപിക്ക് എം.ആർ. അജിത് കുമാർ മൊഴി നൽകി. അന്വേഷണം പൂർത്തിയാക്കി ഡിജിപി ഈ മാസം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. പൂരം അലങ്കോലമായതിൽ എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ മന്ത്രി കെ രാജൻ ഡിജിപിക്ക് മൊഴി നൽകിയിരുന്നു. എം.ആർ. അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രിയുടെ മൊഴി. എഡിജിപി സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അറിഞ്ഞാണ് വിളിച്ചതെന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തിയതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. രോഗികൾക്ക് പ്രത്യേക വാർഡ് അടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ആശുപത്രിയിലെത്തുന്ന രോഗലക്ഷണമുള്ള എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്താൻ സർക്കാർ നിർദ്ദേശമുണ്ട്. ആന്റിജൻ പരിശോധനാ ഫലം നെഗറ്റീവാണെങ്കിൽ RT-PCR ടെസ്റ്റ് ചെയ്യണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും കോവിഡ് ടെസ്റ്റ് നടത്തണം. കോവിഡ് രോഗികൾക്കായി പ്രത്യേക വാർഡ് സ്ഥാപിക്കാനും മാർഗനിർദ്ദേശമുണ്ട്. സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളോട് മോക്ക് ഡ്രിൽ നടത്താനും നിർദ്ദേശമുണ്ട്. ഓക്സിജൻ വിതരണം, മാസ്ക്, ഗ്ലൗസ് എന്നിവ അടിയന്തരമായി ഉറപ്പുവരുത്തണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കരുവന്നൂർ വലിയ പാലത്തിന് സമീപം സംസ്ഥാന പാത കോൺക്രീറ്റ് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വൺവേ ഗതാഗതം ഏർപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 23-ന് ഇവിടെ എതിർദിശയിൽ വന്ന കാർ യാത്രക്കാരുമായി ലക്ഷ്മി എന്ന ബസ് പേരിലുള്ള സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ജീവനക്കാർ തർക്കം നടന്നിരുന്നു. വിഷയത്തിൽ ഇടപെട്ട കരുവന്നൂർ സ്വദേശി ഷിഹാബുമായി തർക്കം നടന്നു. ഇതിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പിന്നീട് ബസ് ജീവനക്കാർ വീഡിയോ എഡിറ്റ് ചെയ്ത് ഷിഹാബിനെ മോശമായി ചിത്രീകരിച്ച് വീഡിയോ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് ആരോപിച്ചാണ് ഷിഹാബ് നൽകിയ പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് ജീവനക്കാർ പണിമുടക്കുന്നത്. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വീണ്ടും സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ലംഘനം. പെർമിറ്റ് ലംഘിച്ച 3 ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടികൂടി. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന കൃഷ്ണാസിന്റെ 2 ബസ്സുകളും മംഗളത്ത് ബസ്സുമാണ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ഇൻസ്പെക്ടർ PV ബിജു, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ K വിപിൻ എന്നിവരുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. രാത്രിയിൽ ബസ് സർവീസ് നടത്താത്തതുമൂലം യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് നടപടി. കാട്ടൂർ പെട്രോൾ പമ്പിന് സമീപത്തു നിന്നാണ് കൃഷ്ണാസിന്റെ 2 ബസ്സുകളും വെള്ളാനിയിലുള്ള മംഗളത്തിന്റെ ഷെഡിൽ നിന്നുമാണ് മറ്റൊരു ബസ്സും പിടികൂടിയത്. 3 ബസ്സുകളുടെ ഉടമസ്ഥരിൽ നിന്നായി 30,000-ഓളം രൂപ പിഴയും ഈടാക്കി. ഇരിങ്ങാലക്കുടയിൽ റോഡിലെ കുഴിയിൽ റീത്ത് വെച്ച് BJPയുടെ പ്രതിഷേധം. ബസ് സ്റ്റാൻഡ് സിവിൽ സ്റ്റേഷൻ റോഡിൽ LIC ഓഫീസിന് സമീപത്തുള്ള റോഡിലെ കുഴിയിലാണ് BJP ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റീത്ത് വെച്ച് പ്രതിഷേധിച്ചത്. BJP സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാക്കുളം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ലിഷോൺ ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KK കൃപേഷ്, പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട്, VC രമേശ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. ഒന്ന് കുഴിയടയ്ക്കാൻ പോലും കുറച്ച് മെറ്റലൊക്കെ നല്ലതാ. 8 കൗൺസിലർമാരുണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക്. ഗുരുവായൂർ ഫാം ഫെഡ് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 50ആയി. 15 കോടിയുടെ തട്ടിപ്പ് നടന്നതായാണ് ടെമ്പിൾ പോലീസിൽ ഇതുവരെ പരാതി ലഭിച്ചിട്ടുള്ളത്. കിഴക്കേ നടയിലുള്ള സ്ഥാപനം പരിശോധിച്ച് പോലീസ് രേഖകൾ കണ്ടെടുത്തു.
അടച്ചുപൂട്ടിയ സ്ഥാപനത്തിന്റെ താക്കോലുകളും പോലീസ് കസ്റ്റഡിയിലാണ്. അതേസമയം സ്ഥാപനത്തിൽ 300 നിക്ഷേപകരാണ് ഉള്ളതെന്ന ജീവനക്കാരുടെ വാദം തെറ്റാണെന്ന് പോലീസ് പറഞ്ഞു. 1000-ഓളം നിക്ഷേപകരുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ചെന്നൈയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി 16 ബ്രാഞ്ചുകളാണ് സ്ഥാപനത്തിനുള്ളത്. ഇടപാടുകാരെ സ്ഥാപനത്തിലെ മെമ്പർമാരാക്കിയ ശേഷം 12.5% പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചിരുന്നത്. 6 മാസമായി പലിശ ലഭിക്കാതിരിക്കുകയും ഫാംഫെഡ് ചെയർമാനെയും മാനേജിംഗ് ഡയറക്ടറെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായതോടെയാണ് നിക്ഷേപകർ പരാതിയുമായി എത്തിയത്. സംസ്ഥാനത്ത് മഴ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലവിലുള്ളത്. 10 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് ഇല്ല. വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിരീക്ഷണം. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദത്തിന്റെ ശക്തി കുറഞ്ഞതും പടിഞ്ഞാറൻ കാറ്റിന്റെ ശക്തി കുറഞ്ഞതുമാണ് മഴ കുറയാനുള്ള കാരണമായി പറയുന്നത്. കാലവർഷത്തിന്റെ ആദ്യഘട്ടത്തിൽ പെയ്ത മഴയുടെ തീവ്രത വരും ദിവസങ്ങളിൽ ഉണ്ടാകില്ലെന്നും സൂചനയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. ഇരിങ്ങാലക്കുട ഠാണ ബസ് സ്റ്റാൻഡ് റോഡിൽ കാനയ്ക്ക് കുറുകെ ഇട്ടിരുന്ന കോൺക്രീറ്റ് സ്ലാബ് തകർന്നു വീണു. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ ഠാണാവിലേക്ക് പോകുന്ന നഗരസഭയുടെ പ്രധാനപ്പെട്ട റോഡിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലാണ് സംഭവം. റോഡിന് കുറുകെ കാട്ടൂർ റോഡിലേക്ക് നിർമ്മിച്ചിരിക്കുന്ന കാനയ്ക്ക് മുകളിലായി ഇട്ടിരുന്ന കോൺക്രീറ്റ് സ്ലാബുകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം തകർന്നു വീണത്. ഇതിനിരുവശത്തുമായി മുന്നറിയിപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും മഴക്കാലമായതിനാൽ അപകട ഭീഷണി ഒഴിയുന്നില്ലെന്ന് സമീപത്തെ വ്യാപാരികൾ പറഞ്ഞു. പുതിയ സ്ലാബ് സ്ഥാപിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ലെന്നും അടിയന്തിരമായി ഇക്കാര്യത്തിൽ നഗരസഭ നടപടിയെടുക്കണമെന്നും യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക സൈക്കിൾ ദിനം. ഒരു സൈക്കിൾ ദിനം കൂടി കടന്നു പോകുമ്പോൾ ലോകത്തിലെ വ്യത്യസ്തമായ സൈക്കിളുകളുടെ തോഴനെ പരിചയപ്പെടാം. 100 വർഷത്തിലേറെ പഴക്കമുള്ളവയടക്കം 120 വിന്റേജ് സൈക്കിളുകളാണ് നെല്ലിക്കുന്ന് സ്വദേശി ഡേവിസ് ആന്റണിയുടെ ശേഖരത്തിലുള്ളത്. ഇതൊരു സൈക്കിൾ കടയല്ല, മറിച്ച് ഒരു വീട്ടിലെ സൈക്കിൾ ശേഖരമാണ്. സൈക്കിളുകളോടുള്ള ആരാധന മൂത്ത് നെല്ലിക്കുന്ന് ഹരിതനഗർ സ്വദേശി വല്ലച്ചിറക്കാരൻ ഡേവിസ് ആന്റണി വാങ്ങിക്കൂട്ടിയ സൈക്കിളുകളാണിവ. സ്വദേശിയും വിദേശിയുമടക്കം 100 വർഷത്തോളവും അതിലധികവും പഴക്കമുള്ള 120 വിന്റേജ് സൈക്കിളുകളാണ് ഡേവിസിന്റെ ശേഖരത്തിലുള്ളത്. സൈക്കിളിനോട് പ്രേമം ഇപ്പോൾ കൂടുതലായിട്ട് 15 കൊല്ലം മുമ്പാണ് തുടങ്ങിയത്. പക്ഷേ ഞാൻ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫാദർ എനിക്കൊരു ഇംഗ്ലണ്ട് സൈക്കിൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിലന്ന് കുറേ പ്രത്യേകതകളുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എനിക്ക് 15 കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു സൈക്കിളിൻ്റെ ഒരു കളക്ഷനോട് ചെറിയ താല്പര്യം തോന്നി ആരംഭിച്ചതാണ്. റാലി ഇംഗ്ലണ്ട്, ഹെർക്കുലീസ്, ഫിലിപ്സ്, റോബിൻ ഹുഡ് സൈക്കിൾ ചവിട്ടുന്നതിനിടെ പെഡൽ പിന്നിലേക്ക് കറക്കിയാൽ നിൽക്കുന്ന പെഡൽ ബ്രേക്ക് മോഡൽ, കോമ്പിനേഷൻ ബ്രേക്ക് മോഡൽ, വീലിനുള്ളിൽ ഡ്രം ബ്രേക്കുള്ള മോഡൽ, ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷ് സേന യുദ്ധമുഖത്ത് ഉപയോഗിച്ചിരുന്ന BSA പാരാ ട്രൂപ്പ്, റാലി ചോപ്പർ, ജർമ്മൻ നിർമ്മിത വിക്ടോറിയ ലേഡി സൈക്കിൾ, അങ്ങനെ തുടങ്ങി വെറൈറ്റി സൈക്കിളുകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ കാണാം. റോയൽ എൻഫീൽഡ് അടക്കമുള്ള അത്യപൂർവ സ്പോർട്സ് മോഡൽ സൈക്കിളുകളും ചവിട്ടുവണ്ടി എന്നറിയപ്പെട്ടിരുന്ന 3 സ്പീഡ്, 4 സ്പീഡ് സൂപ്പർ സ്റ്റാറുകളും ഈ ശേഖരത്തിലുണ്ട്. ചില സൈക്കിളുകളുടെ ഡൈനാമോയാണ് കൂടുതൽ രസകരം. മണ്ണെണ്ണ ഒഴിച്ച് തെളിയിക്കുന്നവ, കാർബൈഡ് ഉപയോഗിച്ച് കത്തിക്കുന്നവ തുടങ്ങിയ ഡൈനാമോകൾ ഈ കൂട്ടത്തിലുണ്ട്. യുദ്ധത്തിൽ ഉപയോഗിച്ച വണ്ടി ഇത് ഒരു വണ്ടിയുണ്ട്. പിന്നെ നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള വണ്ടികൾ, റോയൽ എൻഫീൽഡ്, ട്രൈബ്, ജെയിംസ്, ഗസലും, പാല, ഡച്ച് വണ്ടി, പിന്നെ ട്രൈബിൻ്റെ വണ്ടികൾ, അതിൻ്റെയൊക്കെ സ്പോർട്സ് മോഡൽ വണ്ടികൾ 22 എന്ന് വെച്ചാൽ സാധാ ടൈപ്പ്. പിന്നെ 24 ഇഞ്ച് വണ്ടികൾ. 24 ഇഞ്ച് വണ്ടി എന്ന് പറയുമ്പോൾ ഹൈറ്റുള്ള ആൾക്കാർ ഇവിടെ ഉപയോഗിച്ചിരുന്ന വണ്ടികളുണ്ട്, അതിൻ്റെ വെറൈറ്റികൾ. പിന്നെ ഇതിൽ ഹബ്ബ് ഡൈനാമോ എന്ന് പറയും. ഹബ്ബിൽ നിന്ന് കറണ്ട് വരും, ഫ്രണ്ട് വീലൊക്കെ കറങ്ങുമ്പോൾ കറണ്ട് വരും, ലൈറ്റുകൾ കത്തും. 3 സ്പീഡ് വണ്ടികൾ, 4 സ്പീഡ്, 2 സ്പീഡ്, അതിൻ്റെ ലൈറ്റുകൾ കാർബൈഡ് ഉപയോഗിച്ച് കത്തിച്ചേർന്ന ലൈറ്റുകൾ, മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിച്ചേർന്ന ലൈറ്റുകൾ, അങ്ങനെയുള്ള വണ്ടികൾ. വലിയ വില നൽകിയാണ് പല സൈക്കിളുകളും ഡേവിസ് സ്വന്തമാക്കിയിട്ടുള്ളത്. എല്ലാ സൈക്കിളുകളുടെയും ടയറും പാർട്സുമെല്ലാം പുതുപുത്തനാണ്. റിപ്പയറായ സൈക്കിളുകളുടെ പാർട്സുകൾ വിദേശത്ത് നിന്ന് പോലും ഇറക്കുമതി ചെയ്താണ് ഇങ്ങനെ പുതുപുത്തനായി സംരക്ഷിക്കുന്നത്. ഇതാണ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള സൈക്കിൾ. ചെറിയ സൈക്കിളുകൾ മുതൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വലിയ സൈക്കിളുകൾ വരെ ഇവിടെയുണ്ട്. അത്രമാത്രം മനോഹരമാണ് ഡേവിസ് ഏട്ടൻ്റെ സൈക്കിൾ ശേഖരവും
അതുപോലെ തന്നെ സൈക്കിളുകളുടെ കൗതുക ലോകവും. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TC വിനോസ്. റോഡിലെ ചെളിക്കുണ്ട് വിദ്യാർത്ഥികൾക്ക് ദുരിതമാകുന്നു. പാവറട്ടി പഞ്ചായത്ത് 3-ാം വാർഡ് പൊതുമരാമത്ത് റോഡിലെ വെള്ളക്കെട്ടാണ് വിദ്യാർത്ഥികൾക്ക് ദുരിതമായി മാറുന്നത്. കുട്ടികളെ രക്ഷിതാക്കൾ കൈപിടിച്ച് നടത്തി വേണം സ്കൂളുകളിൽ എത്തിക്കാൻ. കാട് നിർമ്മാണത്തിലെ അപാകത മൂലമാണ് വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നത്. വെള്ളം ഒഴുകിപ്പോകേണ്ട തോടുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ് റോഡിലൂടെ സ്കൂളുകളിലേക്ക് പോകുന്നത്. മഴക്കാല പകർച്ചവ്യാധികളും മറ്റും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനെ ആരോഗ്യവകുപ്പും പഞ്ചായത്തും നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യം. പഴയന്നൂർ സ്വദേശി അബുദാബിയിൽ അപകടത്തിൽ മരിച്ചു. കുമ്പളക്കോട് വടക്കേക്കര മല്ലംപാറയ്ക്കൽ ബാലന്റെ മകൻ 42 വയസ്സുള്ള മനോജാണ് മരിച്ചത്. വർക്ക്ഷോപ്പ് മെക്കാനിക്കായി ജോലി ചെയ്തു വരികയായിരുന്നു. നിർമ്മാണം പൂർത്തിയാക്കി വൈകാതെ തകർന്ന തിരുവില്ലാമല നവോദയ ഉള്ളാട്ടുകുളം റോഡ് ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം സന്ദർശിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മാണം പൂർത്തിയാക്കി സഞ്ചാരത്തിന് തുറന്നുകൊടുത്ത് 1 മാസം പിന്നിടുമ്പോഴേക്കും പലയിടത്തായി ടാർ ഇളകി റോഡ് തകർന്ന സംഭവം TCV വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ അടിയന്തരമായ ഇടപെടൽ. എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരും ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ദീപ S. നായർ എന്നിവരടങ്ങിയ സംഘമാണ് സന്ദർശനം നടത്തിയത്. ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. ഫെബ്രുവരി മാസത്തിൽ റോഡിന്റെ പുനർനിർമ്മാണോദ്ഘാടനവും 2 മാസത്തിനുള്ളിൽ നിർമ്മാണവും പൂർത്തിയാക്കിയിരുന്നു. 10 വർഷത്തിലധികം സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. റൂറൽ SP ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ബസ് ജീവനക്കാരുടെ പരാതിയിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാമെന്ന് SP ചർച്ചയിൽ ഉറപ്പു നൽകി. ബസ് ജീവനക്കാർക്കെതിരെ യുവാവിന്റെ പരാതിയിൽ ചേർപ്പ് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി രാകേഷ് ചേരുന്നു. രാകേഷ്, മിന്നൽ പണിമുടക്ക് ബസ് ജീവനക്കാർ പിൻവലിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? റൂറൽ SP B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകളും തൊഴിലാളികളുമായ ചർച്ചയെ തുടർന്നാണ് ബസ് സമരം താൽക്കാലികമായി പിൻവലിച്ചത്. ബസ് ജീവനക്കാർക്കെതിരെ പോലീസ് നടപടികൾ പരിശോധിക്കാമെന്ന് SP നൽകിയ ഉറപ്പിന് അടിസ്ഥാനത്തിലാണ് താൽക്കാലികമായി സമരം പിൻവലിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബസ് ജീവനക്കാരും നാട്ടുകാരും തർക്കത്തെ തുടർന്ന് യുവാവിനെ മോശമായി ചിത്രീകരിച്ച് ബസ് തൊഴിലാളികൾ ചിത്രീകരിച്ചതിനെ തുടർന്ന് ചേർപ്പ് പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബസ് ജീവനക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസ് എടുത്തതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ പണിമുടക്ക് നടത്തിയത്. ഈ ബസ് ജീവനക്കാരും നാട്ടുകാരും ഈ മേഖലയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനെ തുടർന്ന് പോലീസ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ന് മിന്നൽ പണിമുടക്ക് നടത്തിയത്. ശരി രാകേഷ്, തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് രാകേഷാണ്. മറ്റു വാർത്തകളിലേക്ക്. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയുടെ 88ാമത് ജന്മദിനാഘോഷവും പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാര സമർപ്പണവും വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈകിട്ട് 4-ന് പേരാമംഗലം തെച്ചിക്കോട്ടുകാവ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രഥമ ഗുരുഗോവിന്ദം പുരസ്കാരം കലാമണ്ഡലം ഷൺമുഖദാസിനെ സമ്മാനിക്കും. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാര സമർപ്പണം കലാമണ്ഡലം ഗോപി ആശാൻ നിർവഹിക്കും. ജയരാജ് ഗുരുകൃപ, രഘു ഗുരുകൃപ, കലാമണ്ഡലം കൃഷ്ണകുമാർ, ശശി കളരിയേക്കൽ, ധനേഷ് അരേകത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തൃശൂർ തിരുഹൃദയ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിനെ കൊടിയേറി. കൊടിയേറ്റത്തിനും തുടർന്ന് നടന്ന പൊന്തിഫിക്കൽ ദിവ്യബലിക്കും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് എമിററ്റസ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഊട്ടുതിരുനാൾ ദിനമായ 10-ന് രാവിലെ നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഊട്ടുസദ്യ ആശീർവാദം ബിഷപ്പ് നിർവഹിക്കും. 2 ലക്ഷത്തോളം പേർ ഊട്ടുസദ്യയിൽ പങ്കെടുക്കും. വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി, സഹവികാരിമാരായ ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ, മിഥുൻ ടൈറ്റസ് പുളിക്കത്തറ, ജനറൽ കൺവീനർ RS ഷാരോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി TCV സെഗ്മെന്റ് പള്ളിക്കൂടങ്ങൾ തുറക്കുമ്പോൾ. ഒരു അധ്യയന വർഷം കൂടി ആരംഭിച്ചതോടെ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെയും പിടിവീഴും. സ്കൂളുകൾ തുറന്നതോടെ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്കൂൾ ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ബസ്സുകളുടെ സുരക്ഷാ പരിശോധന കർശനമാക്കിയത്. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി സ്വീകരിക്കും. കൂടാതെ കൺസെഷൻ അനുവദിക്കാത്ത ബസ്സുകൾക്കെതിരെയും അമിതവേഗതയിൽ പായുന്ന സ്കൂൾ ബസ്സുകൾക്കെതിരെയും കർശന നടപടിയുണ്ടാകും. മാർച്ച്, ഏപ്രിൽ, മെയ് 3 മാസങ്ങളിലായിട്ട് നടത്തിയിട്ടുള്ള CF ടെസ്റ്റ് വന്നിട്ടുള്ള വാഹനങ്ങളെ ഒഴിവാക്കി മറ്റു വരാത്ത EIB വാഹനങ്ങളാണ് പരിശോധനയ്ക്കായി തിരഞ്ഞെടുത്തത്. 62ഓളം വാഹനങ്ങളാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ 7 വാഹനങ്ങൾ സുരക്ഷിതമല്ല എന്ന് കണ്ടെത്തുകയും റോഡ് വർത്തിനെസ് ഇല്ലാത്തതിൻ്റെ പേരിൽ വാഹനങ്ങളെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് തിരിച്ചുവിടുകയാണ് ചെയ്തത്. അത്തരം വാഹനങ്ങൾ 7-ാം ബുധനാഴ്ച പരിശോധിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. ജില്ലയിൽ 300ഓളം സ്കൂൾ വാഹനങ്ങളുണ്ട്. അതിൽ ഇനിയും വാഹനങ്ങൾ വരാനുണ്ട്. മഴ കാരണം പല വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ തുടർന്ന ദിവസങ്ങളിൽ CFന് വരുന്ന വാഹനങ്ങളും ഇതിൽ ഉൾപ്പെടും. നിയമാനുസൃതമായിട്ട് കൺസെഷൻ അനുവദിക്കേണ്ട കുട്ടികൾക്ക് അത് അനുവദിക്കാതിരിക്കുകയും അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ കയറ്റാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ്സുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് അറിയിക്കാനുള്ളത്. സ്കൂൾ ബസ്സുകൾക്ക് മഞ്ഞനിറം പൂശിയത് കൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായ അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ടോ, വൃത്തി, ബസ്സുകളുടെ ഫിറ്റ്നസ്, യന്ത്രഭാഗങ്ങളുടെയും വേഗപ്പൂട്ടിന്റെയും പ്രവർത്തനം, അഗ്നിരക്ഷാ സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റ്, GPS കാലപ്പഴക്കം തുടങ്ങിയവയും കർശനമായി പരിശോധിക്കുന്നുണ്ട്. ജില്ലയിൽ 300ഓളം സ്കൂൾ ബസ്സുകൾ ഉണ്ടെങ്കിലും ശക്തമായ മഴ മൂലം പല ബസ്സുകളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂൾ ബസ്സുകൾക്കെതിരെ കർശന നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കുക. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുകയും കൺസെഷൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയും നടപടിയുണ്ടാകും. ക്യാമറമാൻ കൃഷ്ണകുമാർ K മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. അന്തിക്കാട് കല്ലിടവഴി ഉഷസ് അങ്കണവാടി പ്രവേശനോത്സവം അന്തിക്കാട് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ NM ഷീന ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ലീന മനോജ് അധ്യക്ഷയായി. NT ഷജിൽ, വിജയൻ മാണിക്കത്ത്, അബ്ബാസ് വീരാവുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടിയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് മാറുന്നവരെയും SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. വാദ്യമേളങ്ങളോടെ ആരംഭിച്ച പ്രവേശനോത്സവ ഘോഷയാത്രയിൽ വർണ്ണ ബലൂണുകളും മനോഹരങ്ങളായ തൊപ്പികളും അണിഞ്ഞാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തത്. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു.
മണലൂർ പഞ്ചായത്ത് 1-ാം വാർഡ് മാമ്പിള്ളി കൽപ്പക അങ്കണവാടിയിൽ കുട്ടികളുടെ പ്രവേശനോത്സവം നടന്നു. പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ രതീഷ് കൂനത്ത് നിർവഹിച്ചു. മുൻ വാർഡ് മെമ്പർ കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ അധ്യാപിക AR ബീന, ഹെൽപ്പർ സ്നോബി P ശോഭനൻ, സിമി ജിനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും റാലി ഉണ്ടായിരുന്നു. ഇനി TCVയുടെ പ്രത്യേക സെഗ്മെന്റ് പ്രളയത്തിലും പഠിക്കാതെ. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്രാ ദുരിതം തുടരുന്നു. പുഴയ്ക്കലിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാവുകയാണ് തൃശൂർ കുന്നംകുളം പാത. ദീർഘവീക്ഷണമില്ലാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ജനത്തെ ഇത്രത്തോളം ദുരിതത്തിലെത്തിച്ചത്. പാതി വഴി തുറന്നും അടച്ചും ചിലയിടങ്ങളിൽ പൂർണ്ണമായും അടച്ചുകെട്ടിയുമുള്ള ഗതാഗത നിയന്ത്രണം ഒട്ടൊന്നുമല്ല തൃശൂർ കുന്നംകുളം റൂട്ടിൽ യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. പൂങ്കുന്നം മുതൽ ചൂണ്ടൽ വരെ ചിലയിടങ്ങളിൽ മാത്രമേ റോഡ് എന്ന് വിളിക്കാനാവൂ. ബാക്കി പാതയിൽ ഓഫ് റോഡിലൂടെ എന്ന വണ്ണം വേണം സഞ്ചരിക്കാൻ. മുതുവറയിലും പുഴയ്ക്കൽ പാലത്തിലും ഒറ്റവരിപ്പാതയാണ്. പൂങ്കുന്നത്ത് 2 പാലങ്ങളുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഇവിടെയും ഒരു വരി ഗതാഗതം മാത്രം. പുഴയ്ക്കലിൽ കെട്ടിക്കിടക്കുന്ന ചെളിയിലൂടെ വേണം ഏറെ ദൂരം സഞ്ചരിക്കാൻ. അധികൃതരുടെ ദീർഘവീക്ഷണമില്ലായ്മയുടെ ഉത്തമോദാഹരണമാണ് തൃശൂർ കുന്നംകുളം പാതയിലെ നവീകരണം. തൃശൂർ പാറമേക്കാവ് മുതൽ ജില്ലാതിർത്തിയായ കല്ലുംപുറം വരെ 33 കിലോമീറ്റർ സംസ്ഥാനപാത റീബിൽഡ് കേരള പദ്ധതി പ്രകാരമാണ് നവീകരിക്കാൻ തീരുമാനിച്ചത്. 2023 സെപ്റ്റംബർ വരെയായിരുന്നു കരാർ കാലാവധി. എന്നാൽ അധികൃതരുടെ പിടിപ്പുകേട് മൂലം നവീകരണ പ്രവൃത്തികൾ വർഷങ്ങൾ നീളുകയാണ്. മഴക്കാലത്തിനു മുമ്പായി റോഡ് സഞ്ചാരയോഗ്യമാക്കിയിരുന്നെങ്കിൽ യാത്രാ ദുരിതം കുറയ്ക്കാമായിരുന്നു. പൂങ്കുന്നം മുതൽ ചൂണ്ടൽ വരെയുള്ള 18 കിലോമീറ്റർ ദൂരത്തിന് നിലവിൽ 1.5 മണിക്കൂർ വരെ സമയമെടുക്കുന്നുണ്ട്. യാത്രക്കാർക്ക് ദുരിതയാത്ര സമ്മാനിച്ച് അധികാരികളുടെ പിടിപ്പുകേടിന്റെ ഉദാഹരണമായി മാറുകയാണ് തൃശൂർ കുന്നംകുളം പാത. TCV തൃശൂർ. മുല്ലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ദിനേശ് അധ്യക്ഷത വഹിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി OSA ഏർപ്പെടുത്തിയ ഉപഹാരങ്ങൾ മുല്ലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി, മുല്ലശ്ശേരി BPC സംഗീത, പഞ്ചായത്ത് അംഗം ക്ലെമന്റ് ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് അജിത് പ്രസാദ്, സ്കൂൾ ഹെഡ്മാസ്റ്റർ KP വാസുദേവൻ എന്നിവർ സംസാരിച്ചു. CNN ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഹെഡ് മിസ്ട്രസ് PM രജനി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KV രാജേഷ് ക്ലാസിന് നേതൃത്വം നൽകി. SPC പ്രതിനിധി K ദിലീപ് കുമാർ, അധ്യാപകൻ യദു S മാരാർ എന്നിവർ സന്നിഹിതരായിരുന്നു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും B.Ed നാച്ചുറൽ സയൻസിൽ KM അനൂപയ്ക്ക് 1-ാം റാങ്ക്. പെരിങ്ങന്നൂർ കോട്ടാപ്പുറത്ത് വളപ്പിൽ KS മനോഹരന്റെയും ദീപ മനോഹരന്റെയും മകളാണ് അനൂപ. മണലിത്തറ ജനകീയ വിദ്യാലയത്തിൽ LSS സ്കോളർഷിപ്പിൽ വിജയിച്ച 8 വിദ്യാർത്ഥികളെയും സ്കൂൾ ചുവരുകളിൽ ചിത്രങ്ങൾ വരച്ച ചിത്രകാരൻ ഷാജു കുറ്റിക്കാടിനെയും ആദരിച്ചു. വാർഡംഗം AR കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപകൻ റോയി, MPTA പ്രസിഡന്റ് നിരോഷ വിജേഷ്, 6-ാം വാർഡ് അംഗം മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തിരുവില്ലാമല മലാറയിലെ ചേലക്കര ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കളിസ്ഥല നിർമ്മാണോദ്ഘാടനവും പ്രവേശനോത്സവവും K രാധാകൃഷ്ണൻ MP നിർവഹിച്ചു. UR പ്രദീപ് MLA അധ്യക്ഷനായി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് K പത്മജ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ദീപ S നായർ, KR മായ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം N ആശാദേവി തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യം തന്നെ നമ്മുടെ ഈ സ്കൂളിലെ പ്രവേശനോത്സവം
മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ടൂറിസം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ബിരുദ പരീക്ഷയിൽ ഹിഷാം ഹാരിസ് 1ാം റാങ്ക് നേടി. മാറമ്പിള്ളി MES കോളേജ് വിദ്യാർത്ഥിയായ ഹിഷാം കൊടുങ്ങല്ലൂരിലെ എറിയാട് പടിയത്ത് അഡ്വക്കേറ്റ് ഹാരിസിന്റെയും ബനാസിറിന്റെയും മകനാണ്. ഗുരുവായൂർ കോട്ടപ്പടി ഗ്രാമീണ വായനശാലയും പ്രവാസി കൂട്ടായ്മയും സംയുക്തമായി നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. SI PK ഷാജു ഉദ്ഘാടനം ചെയ്തു. വിരമിച്ച പോസ്റ്റ് വിമൺ റാണി ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. വാർഡ് കൗൺസിലർമാരായ PT ദിനിൽ, സുഹറ ഹംസമോൻ, PB ഹരിദാസൻ, മേരി പോൾ തുടങ്ങിയവർ സംസാരിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് LP സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ആശീർവാദവും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് MM റെജീന, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് ഗസാലി, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ലിയോ തുടങ്ങിയവർ സംസാരിച്ചു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളായ കുഞ്ഞുമക്കളെ, അവരുടെ ദൈവത്തിന്റെ സ്തുതി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,080 രൂപ, പവന് 72,640 രൂപ, വെള്ളി ഗ്രാമിന് 112 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,672 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം കലക്കൽ റവന്യൂ മന്ത്രി K രാജന്റെ ആരോപണം തള്ളി ADGP MR അജിത് കുമാർ. മന്ത്രി വിളിച്ചത് അറിഞ്ഞില്ലെന്ന് ADGPയുടെ മൊഴി. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി ആരോഗ്യവകുപ്പ്. രോഗലക്ഷണവുമായി ആശുപത്രിയിലെത്തുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധന നടത്താൻ നിർദ്ദേശം. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിയ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. റൂറൽ SP-യുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ പെർമിറ്റ് ലംഘനം. പെർമിറ്റ് ലംഘിച്ച് സർവീസ് നിർത്തിവെച്ച 3 ബസ്സുകൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. ഗുരുവായൂർ ഫാം ഫ്രണ്ട് തട്ടിപ്പ് കേസിൽ പരാതികളുടെ എണ്ണം 50ആയി. 1000-ഓളം നിക്ഷേപകരുടെ പണം നഷ്ടപ്പെട്ടതായി വിലയിരുത്തൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.